പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തരുന്ന എല്ലാ പിന്തുണയ്ക്കും നിങ്ങളോട് നന്ദി പറയുന്നു. ഇതിന് ഞങ്ങളെ പ്രാപ്തരാക്കിയ മഹാദൈവത്തിന് സകല ബഹുമാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് നാം കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതിൻ്റെ രണ്ടാം ഭാഗം വിശാലതയ്ക്കായി നാം എന്ത് ചെയ്യണം എന്ന ചിന്തയിലേക്ക് വരികയാണ്. നമ്മുടെ കുറിവാക്യം നമുക്ക് ഓർമ്മയുണ്ട്. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. അത് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലാണ് എന്ന് ഞാൻ നിങ്ങളെ നേരത്തെ ഓർമ്മപ്പെടുത്തി ഒരിക്കൽ കൂടെ നിങ്ങളുടെ നല്ല മനസ്സിനെ ഉണർത്തുവാൻ അറിയിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ അടുക്കൽ വരണം. അത് നമ്മൾ ചിന്തിച്ചു ആണല്ലോ. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ വരുന്നു. സ്തോത്രം. അത് 2-ാം വാക്യമാണ്. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾ പാർക്കേണ്ടതിന് ഒരു സ്ഥലമുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവിൻ എന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. എന്താ പറഞ്ഞേ? പോകുവിൻ. ആരാ പറഞ്ഞേ? പ്രവാചകൻ. ആരാ ചോദിച്ച്? പ്രവാചക ശിഷ്യന്മാർ. അപ്പോൾ നിങ്ങളൊന്ന് ചോദിച്ചേ, ശ്രദ്ധിച്ചേ, അവിടെ പ്രവാചകൻ ഉള്ളതാ. ഇത്രയും കാലം പ്രവാചകൻ ഇരുന്നു. പ്രവാചകൻ അത് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചാൽ പക്ഷേ അറിയുമായിരിക്കും. എന്നാൽ അദ്ദേഹം അന്ന് പറഞ്ഞു, നിങ്ങൾ പൊക്കോന്ന്, പോയി വിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലം, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വളരെ ചുരുക്കമല്ലേ, എടുക്കുമല്ലേ, ഒന്ന് പോയേ ചെന്ന് വെട്ടിയിട്ട് വാ. സ്തോത്രം. പ്രവാചകൻ അതുവരെ പറഞ്ഞില്ല. എന്താ പറയാൻ? സ്തോത്രം. ചില കാര്യങ്ങൾ നാം അങ്ങോട്ട് പറയാതെ, അവിടത്തോട് അനുവാദം ചോദിക്കാതെ നമുക്ക് തരാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. അതെന്തിനാ? നമുക്ക് കർത്താവിലുള്ള വിശ്വാസം വർദ്ധിക്കാനാണ്. വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ആശ്രയം വർദ്ധിക്കും. ആശ്രയം വർദ്ധിക്കുമ്പോൾ അറിയാതെ സ്നേഹവും കൂടും, അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ്റെ സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ കാണിക്കുന്ന സ്നേഹമാണ്, അല്ലേ? സ്തോത്രം. ഇനി ആ സ്നേഹത്തിൻ്റെ രീതി മാറണമെങ്കിൽ നാം കർത്താവിൻ്റെ അടുക്കൽ അതുപോലെ അടുത്തു വരണം. കർത്താവ് നമ്മിൽ നിന്ന് ഒന്നും ആഗ്രഹിച്ചിട്ട് മേടിച്ചിട്ടില്ല, ഒന്നും തന്നിട്ടുമില്ല. കർത്താവിൻ്റെ പക്കൽ നിന്ന് മുമ്പിനും വാങ്ങാൻ, നമുക്ക് മുൻപ് വാങ്ങാൻ, ആദ്യം വാങ്ങാനല്ലാതെ അങ്ങോട്ടൊന്നും കൊടുക്കാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ആദ്യം അങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ഓർക്കുക, ഞാൻ ആർക്കും കടക്കാരനല്ല എന്ന പാട്ട് പാടുമ്പോൾ സൂക്ഷിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇങ്ങോട്ട് തന്നതായല്ലേ, എല്ലാം അവിടെ നിന്നാ, എല്ലാം അങ്ങോട്ടാ. അപ്പോൾ പ്രവാചകന് നേരെ പറയാം, ആദ്യമേ പറയാമായിരുന്നു. ആദ്യം ദൈവസന്നിധിയിൽ വരിക. രണ്ടാമത്തെ പ്രത്യേകത, അനുവാദം ചോദിക്കുക. ആഹാ, അനുവാദമൊക്കെ വേണോ? സ്തോത്രം. അന്നത്തെ കാലമല്ലേ, ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്നെന്ന പോലെ പട്ടയം ഇല്ല. കാട്ടിൽ പോയിട്ട് വെട്ടണം, ഫോറസ്റ്റുകാർ പിടിച്ച പ്രശ്നം ഉണ്ടാക്കും. അന്നതില്ല. ശ്രദ്ധിച്ചേ. ഇനി അവിടെ ഒത്തിരി ജീവജന്തുക്കളെ തരണം ചെയ്ത് വേണം പോകാൻ. അന്ന് ഇതൊക്കെ കൂടുതലുണ്ട് അവിടെ. ഇവിടെ ഉള്ളതിനേക്കാൾ അധികം അന്ന് അവിടെ ഉണ്ട്. അപകട സാധ്യതകൾ കൂടുതലാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. സ്തോത്രം. പക്ഷെ അവർക്ക് ആരോട് അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. പക്ഷെ അവർ അനുവാദം ചോദിക്കുക. സ്തോത്രം. അപ്പോൾ ഈ അനുവാദം ചോദിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു ഒന്നേ, അത് പിന്നാലെ മനസ്സിലാകും. എന്തിനാ ഇപ്പോഴും അനുവാദം ചോദിക്കുന്നേ? ഇപ്പോൾ ബലയാമിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തോട് ദൈവം നേരിട്ട് ആദ്യം വന്ന് പറഞ്ഞു, പോകണ്ട കേട്ടോ, പോകണ്ട. പക്ഷെ പുള്ളിക്കാരൻ പിന്നെ ഇങ്ങനെ, അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ ചില കുട്ടികളോട് പറയും, അല്ലേ, വേണ്ട മോനെ നീ ചെയ്യല്ലേ കുറേ പറയും. ഒത്തിരി പറഞ്ഞു കഴിഞ്ഞ് ക്ഷമ നശിച്ചിരിക്കുമ്പോൾ വീണ്ടും പിടിച്ചു നോക്കി, ഞാൻ പോട്ടെ, ഞാൻ ചെയ്യട്ടെ. അപ്പോൾ ആൾ പറയും, അന്ന് നീ ഒരു കാര്യം നീ ചെയ്തു കഴിഞ്ഞ് വലിയ പ്രയാസമായിട്ട് വരുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞാലേ ചെയ്യണ്ടെന്ന്. നോക്കിക്കേ,
കർത്താവ് വിലക്കിയിട്ട്, കർത്താവ് അടച്ചിട്ട്, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട്, ആ വഴി ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്, അതേ പാതയിലൂടെ പോകരുതെന്ന് പറഞ്ഞിട്ട്, ആ പാത തിരഞ്ഞെടുത്ത് അങ്ങനെ സഞ്ചരിക്കുന്ന നിങ്ങൾക്കൊരു വിലക്കിടാൻ ഇന്ന് പകലോ രാത്രിയോ മധ്യാഹ്ന സമയത്തോ അസായാഹ്ന സമയത്തോ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നവർക്ക് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പം ഈ അനുവാദം ചോദിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തിനാ ഈ അനുവാദം ചോദിക്കുന്നത്? പഴയ നിയമമാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാൻ മനസ്സുണ്ടെങ്കിൽ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 23-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാം വാക്യം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, ദാവീദിനെ ദൈവം വിളിച്ചു, ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു. ഒരു എപ്പിസോഡിൽ നമ്മൾ കേട്ടല്ലോ, തനിക്ക് ബോധിച്ച പുരുഷൻ, എൻ്റെ ഹൃദയം പറയുള്ളത്, അവരെ വിളിച്ചിട്ട് ശുശ്രൂഷയ്ക്ക് ദൈവമാക്കി. ദൈവം ആ ശുശ്രൂഷയ്ക്ക് ആക്കി, അല്ലെങ്കിൽ ആ വേലയ്ക്കാക്കി, അല്ലെങ്കിൽ ഒരു പദവി ഏൽപ്പിച്ചിട്ട് ജനത്തെ മേയ്ക്കാനുള്ള അധികാരമൊക്കെ കൊടുത്തു. ഇതൊക്കെ ദൈവത്താൽ വന്നതാണ്. പക്ഷെ ആ സ്ഥാനത്തിരിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ചില പറയാറില്ലേ, ഞങ്ങളോട് ദൈവം പറഞ്ഞതാ, പക്ഷെ അവിടേക്ക് അങ്ങ് എത്താൻ പറ്റുന്നില്ല. മുമ്പിലുണ്ടത്, പക്ഷെ അങ്ങോട്ട് കയറിയിരിക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് കയറിയിരിക്കണമെന്നേ, കയറിയിരിക്കാം. ആ സ്ഥാനം പിന്നീട് വരാനിരിക്കുന്നിടത്ത് ഇരിക്കാൻ വേറൊരാളുണ്ട്. സ്തോത്രം. മനസ്സിലായില്ല? ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുത്താൻ ദാവീദ് പുത്രനെ കർത്താവായി ഇവിടെ കയക്കുന്ന വേറൊരു സന്ദർഭം കൂടെ ഇനി വരാനുണ്ട്. അത് 1000 ആണ്ടിലാണ് സംഭവിക്കുക, മില്ലേനിയത്തിലാണ് സംഭവിക്കുക. സ്തോത്രം. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ദാവീദിനെ ഉയർത്തണമെങ്കിൽ ദാവീദേ തികഞ്ഞിട്ടില്ല കേട്ടോ, കഷ്ടത പൂർത്തീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥകൾ മാറിയിട്ടില്ല. ഇനി അവിടെ ഇരുന്നാലും സുഖമാണെന്ന് വിചാരിക്കുന്നോ? സുഖമൊന്നും അല്ല കേട്ടോ, മുള്ളുകൾ നിറഞ്ഞൊരു സിംഹാസനം തന്നെയാണ് അത്. പോട്ടെ. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഒത്തിരി വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്ത് ശുശ്രൂഷയ്ക്ക്, അല്ലെങ്കിൽ ഒത്തിരി പ്രയാസങ്ങൾ നടക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ ഉഴന്ന് വലഞ്ഞ് പാടിഞ്ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ കർത്താവിൻ്റെ ആ മഹത്വത്തിൻ്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടായിരിക്കുമെന്നൊക്കെ ഒരു പാട്ടുകാരൻ പാടിയതുപോലെ, യേശുവിൻ്റെ അതുല്യ സ്നേഹത്തെ പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ പാടാമെന്നൊക്കെ കരുതി എന്ന് പറയും പോലെ താൻ അവിടെ പരദേശിയായി നടന്നുകൊണ്ടിരിക്കുക, ഉഴന്നുകൊണ്ടിരിക്കുക. വാഗ്ദത്തം ലഭിച്ചെന്നുള്ളത് ശരിയാണ്, സിംഹാസനത്തിൻ്റെ അടുത്ത് വരെ എത്തി എന്നുള്ളത് ശരിയാണ്, ഇനി അവിടെ ഭരിക്കേണ്ടത് താനാണെന്ന് ദൈവം നിശ്ചയിച്ചു എന്നുള്ളത് ശരിയാണ്, ഒക്കെ ശരിയാണ്. അവിടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ താൻ കെയീലയിലായിരിക്കുന്നു. കെയീലയിലായിരിക്കുമ്പോൾ ഫെലിസ്ത്യർ കെയീലയുടെ നേരെ വന്നിട്ട് യുദ്ധം ചെയ്യുന്നു എന്നും അവർ കളങ്ങളിൽ കവർച്ച ചെയ്യുന്നുവെന്നും ദാവീദിന് അറിവ് കിട്ടി. അപ്പം ദാവീദ് കഷ്ടത്തിൻ്റെ കൂട്ടിൽ കിടക്കുകയാണ്, സിംഹക്കൂട്ടിലകപ്പെട്ടതുപോലെ കിടക്കുക. കഷ്ടങ്ങൾ പെരുകി 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 കുറഞ്ഞു വരാൻ കഴിയാത്ത സാധ്യതയുള്ളൊരു അനുഭവത്തിൽ, അത് കൂടുകയല്ലാതെ കുറയാത്തൊരു അനുഭവത്തിൽ ദാവീദായിരിക്കുക. താൻ തന്നെ വലിയ കഷ്ടത്തിലാണ്, താൻ ഒരാളെ പേടിച്ച് ഇവിടെ നിൽക്കുക. കഴിയാഞ്ഞിട്ടല്ല കേട്ടോ, കൊന്നുകളയാനൊക്കെ വഴിയുണ്ട്, 2 പ്രാവശ്യമൊക്കെ കൈ കിട്ടി. പക്ഷെ താൻ ആ വാളിനെ പേടിച്ച്, ദൈവം നിമിത്തം വാളിനെ പേടിച്ചുകൊണ്ട് താൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഫെലിസ്ത്യർ ഇറങ്ങി വന്നിട്ട് കെയീലയ്ക്ക് യുദ്ധം ചെയ്ത് അവിടെ കവർച്ച നടത്തുക. ഇത് കേട്ടപ്പം ദാവീദിൻ്റെ ആളുകൾ പറഞ്ഞു, നമ്മൾ യഹൂദയിൽ തന്നെ ഭയപ്പെട്ടു പാർക്കുകയാണ്, പിന്നെ കെയീലിൽ ഫെലിസ്ത്യരുടെ സൈന്യത്തിൻ്റെ നേരെ എങ്ങനെ ചെല്ലും? അന്നേരം ദാവീദ് എന്ത് ചെയ്തെന്നറിയാമോ? ദാവീദ് ഈ ദൈവത്തോട് ചോദിച്ചു. ശമൂവേൽ പ്രവചനം 1-ാമത്തെ പുസ്തകം 23-ാമത്തെ അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു. യഹോവ അവനോട്, എഴുന്നേറ്റ് കെയീലേക്ക് നേരെ ചെല്ലുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. കണ്ടോ? ശ്രോത്രം. ഇങ്ങനെ ഇവരൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ദാവീദ് ആരോടാ ചോദിച്ചെന്നറിയാവോ? ദാവീദ് നേരെ ദൈവത്തോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താണ്? നമുക്ക് ഇടുക്കമാണ്, ഞെരുക്കമാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അടുക്ക ചെല്ലണം കർത്താവിൻ്റെ. 2, നമ്മൾ എന്ത് ചെയ്യണം? അനുവാദം ചോദിക്കണം. കർത്താവ്, ഞാൻ ചെയ്തോട്ടെ, അങ്ങക്ക് ഹിതമാണോ, അങ്ങക്ക് ഇഷ്ടമാണോ, അവിടുത്തെ താല്പര്യമാണോ, അങ്ങോട്ട് നയിക്കുമോ, അവിടുത്തെ ഹിതം അങ്ങനെയാണോ,
ഞാൻ അതിലേക്ക് പോകണോ? അങ്ങനെ പണിയണോ? ഞാൻ ബുദ്ധിമുട്ടിലാകുമോ? സ്തോത്രം. കർത്താവ് തന്നെ പറഞ്ഞ കാര്യം നോക്കിക്കേ. നിങ്ങളിൽ ഒരുത്തൽ വീട് പണിയാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കയ്യിലുള്ളതെല്ലാം കൊണ്ടുവരും. നമ്മുടെ ഭാഷ പറഞ്ഞ് ഇതുകൊണ്ട് എത്ര പണിയാണ്, എനിക്കത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ, എത്ര രൂപത്തിന് ടാക്സ് അടയ്ക്കേണ്ടി വരും, നമ്മുടെ ഭാഷയെ പറഞ്ഞ് ഇങ്ങനെ പണിതാൽ ഇത് എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ? ഇതൊക്കെ എല്ലാം അറിഞ്ഞ് ആലോചിച്ച് നല്ല ഉറപ്പുള്ള പാറയുടെ മേലെ ആ വീടങ്ങ് പടിയും. അവൻ വിജയിക്കും. സ്തോത്രം. പക്ഷെ പരാജയപ്പെട്ട ചിലരുണ്ട്. അത് അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എങ്കിലും അവൻ ഭൂരിപക്ഷം വിജയിക്കും. ചിലരുണ്ട് ഒന്നും ആലോചിക്കുകയില്ല, വലിയ ഡിസ്റ്റർബ്ഡ്, പതുക്കെ പണി തുടങ്ങും. അതിൻ്റെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞ് വാർത്ത വീടങ്ങയിടും. അതിൻ്റെ മെയിൻ സ്ലാബെല്ലാം വാർത്ത് കഴിഞ്ഞിട്ട് അതെല്ലാം ഭംഗിയായി പണിത് കഴിഞ്ഞ ശേഷം പിന്നെ പുറത്തും മുൻഭാഗത്തും പിൻഭാഗത്തും വാതിൽ വെച്ച് അടച്ചു പൂട്ടിയിടും. കാലങ്ങൾക്കെടുക്കും, കാശില്ല. സ്തോത്രം. അപ്പോൾ ഇച്ചിരി ആലോചന ഉണ്ടെങ്കിൽ മാനുഷികമായിട്ട് അത് നല്ലതാണെങ്കിൽ, ദൈവ കുഞ്ഞുങ്ങളെ ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് തെറ്റാണോ? ആദ്യം അടുക്കൽ വരണം, 2 അനുവാദം ചോദിക്കണം. സ്തോത്രം. 9-ാം വാക്യത്തിലേക്ക് വീണ്ടും വരുമ്പോൾ താൻ വീണ്ടും പ്രയാസത്തിലായിരിക്കുന്നത്. കാരണം അതിൻ്റെ 7-ാം വാക്യത്തിൽ ദാവീദ് കെയിലയിൽ വന്നിരിക്കുന്നുവെന്ന് ശൗലിന് അറിവ് കിട്ടി. സ്തോത്രം. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, രക്ഷപ്പെടില്ല ഇനി അവൻ വാതിൽ ഓടാൻ വരവുള്ള പട്ടണത്തെ കടന്നിരിക്കുന്നത്. അവൻ കുടുങ്ങി. ഈ വാക്ക് ഒരിക്കൽ ഈ ജനത്തെക്കുറിച്ച്, ശൗലിൻ്റെ മുൻ തലമുറയെക്കുറിച്ച് പറവം പറഞ്ഞ വാക്ക. അവർ കുടുങ്ങി. സ്തോത്രം. ആ വാക്ക് തന്നെ ഇവിടെ ഉച്ചരിക്കപ്പെടുകയാണ്. ഒരു കാലത്ത് നിങ്ങളെ രക്ഷിക്കാൻ ദൈവം ഉപയോഗിച്ച ചില വാക്കുകൾ ഇന്ന് നിങ്ങൾക്കെതിരെ ഉപയോഗിപ്പാൻ ഒരു വലിയ വിഭാഗം എഴുന്നേറ്റ് വരുമ്പോൾ തിരുസന്നിധിയിൽ ദൈവമാകെ മുട്ടുമടക്കുന്ന ദാവീദേ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പരിവരുത്ത പ്രതലങ്ങളിൽ മുന്നോട്ട് ഗമിപ്പാൻ വഴിയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതിനകത്തൊരു വലിയ പരിഹാരം വരുത്തിയിട്ട് നിങ്ങളെ രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ മഹാദൈവം. ആ ദൈവത്തിൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുക. ഏതായാലും ശൗൽ തൻ്റെ നേരെ ദോഷം നിരൂപിക്കുന്നു, ആലോചിക്കുന്നെന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസൻ പുരോഹിതനായ അബ്യാഥാറിനോട് ഏഫോദ് ഒന്ന് കൊണ്ടുവാ, ഏഫോദ് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. സ്തോത്രം. 10-ാം വാക്യത്തിൽ ദാവീദ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ശൗൽ കെയീലയിലേക്ക് വന്നിട്ടോ എൻ്റെ നിമിത്തം ഈ പട്ടണം നശിപ്പിക്കുവാൻ പോകുന്നു എന്ന് അടിയൻ കേട്ടിരിക്കുന്നു. കെയീല നിവാസികൾ അവൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? അടിയൻ കേട്ടിരിക്കുന്നത് പോലെ ശൗൽ വരുമോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, അടിയനോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കിക്കേ, 11-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ദാസന് ദൈവത്തിൻ്റെ അരുളപ്പാട്, അവൻ വരും. ആമേൻ. നോക്കിക്കേ, അവൻ വരും. ആര് വരും? അവൻ വരും. ചില കാര്യങ്ങൾ ഒളിച്ചിരുന്നിട്ട് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവ് അവൻ വരുമോ? വരും. അപ്പൊ എന്ത് ചെയ്യണം? മാറണം. എവിടേക്ക് മാറണം? തൽക്കാലം മാറണം. മാറിയേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. ദൂതനായി സ്തോത്രം. അപ്പൊ വീണ്ടും തനിക്കൊരു സംശയം. 12-ാം വാക്യത്തിൽ ദാവീദ് പിന്നെയും ദൈവത്തോട് ചോദിക്കുക, കെയീല പൗരന്മാർ എന്നെയും എൻ്റെ ആളുകളെയും ശൗലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു. കെയീല പൗരന്മാരെ ദാവീദ് വില കൊടുത്ത് രക്ഷിച്ചതാട്ടോ, ജീവൻ കളഞ്ഞ് രക്ഷിച്ചതാ. അവർ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവിൻ്റെ അരുളപ്പാട്, ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ നമുക്കറിയാം, ദാവീദും കൂടെയുള്ള ആളുകളും കെയീല വിട്ട് പുറപ്പെട്ട് തരം കിട്ടുന്നിടത്തൊക്കെ സഞ്ചരിച്ചു. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ സഞ്ചരിക്കുന്നുണ്ടോ? പാർക്കാനിടമില്ല, കിടപ്പാൻ കിടപ്പാടമില്ല, കുടിക്കാൻ വെള്ളമില്ല, എല്ലാം പ്രതികൂലം, എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ദൈവത്തിൽ നിന്നുള്ള ആലോചന ഉണ്ടായിട്ടും ദുഃഖവും ദുരിതവും നിങ്ങൾ അനുഭവിക്കുന്നുവോ? കഷ്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവോ? പ്രയാസങ്ങളാണോ നിങ്ങൾ ഇന്നും അനുഭവിക്കുന്നതോ? ഒരു വലിയ അനുഭവത്തിലേക്ക് നിങ്ങളെ നടത്താൻ, ഒരു സിംഹാസനത്തിലേക്ക് നിങ്ങളെ ഇരുത്താൻ, ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും പേര് വരത്തക്കവണ്ണം, സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ ദൈവത്തിൻ്റെ പേര് പറയത്തക്കവണ്ണമുള്ളൊരു വ്യക്തിയാക്കി നിങ്ങളെ മാറ്റാൻ എൻ്റെ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ പ്രത്യേകത തിരുവചനം പരിശോധിക്കുമ്പോൾ, ആദ്യം കർത്താവിൻ്റെ അടുക്കൽ ചെന്നു, പ്രവാചകൻ്റെ അടുക്കൽ ചെന്നു. 2 പ്രവാചകരോട് ആലോചന ചോദിച്ചു. കർത്താവിനോട് ആലോചന ചോദിക്കുക. 3 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ, അത് രാജാക്കന്മാരുടെ തന്നെ 2-ാം പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ
3-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവരിൽ ഒരുത്തൻ ദയവ് ചെയ്ത് അടിയങ്ങളോട് കൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചു. ആരോട്? പ്രവാചകനോട്. ഒരു കാര്യം ചെയ്യും പ്രവാചക, ഞങ്ങളുടെ കൂടെ വാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോരാ. സ്തോത്രം. അപ്പം നമ്മുടെ അകത്ത് ഒരു ചിന്ത കാണും, കർത്താവ് വരുമോ? പിന്നെ വരും. അപ്പോൾ കർത്താവ് കൂടെ ഉണ്ടാകുമോ? കൂടെ ഉണ്ടാകും. നമ്മൾ ഗ്രേറ്റ് കമ്മീഷൻ പഠിച്ച ആളുകളാണ്, കേട്ട ആളുകളാണ്. ഇത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-20 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19-20 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കതവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്നത് എന്താ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പോൾ കർത്താവ് ഉണ്ടോ? ഉണ്ട്. ഏതുവരെ? ഈ യുഗത്തിൻ്റെ അന്ത്യം വരെ കർത്താവ് ഉണ്ട്. സ്തോത്രം. അപ്പം യുഗങ്ങളുടെ അന്ത്യം വരെ നമ്മോട് കൂടെ ഇരിപ്പാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ദൈവ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഈ പ്രസാദകാലത്തിൻ്റെ അവസാനം വരെ നമ്മോട് കൂടെ ഉണ്ട്. പ്രസാദകാലം കഴിയുമ്പോൾ, കർത്താവ് വരുമ്പോൾ, ഈ സുപ്രസാദകാലം കഴിയുമ്പോൾ കർത്താവ് നമ്മെ കൊണ്ടുപോകുകയല്ലേ, നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കും. സ്തോത്രം. അതുവരെ കർത്താവ് നമ്മോട് കൂടെ, അതാ ദൈവം നമ്മോട് കൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, നാം കർത്താവിനോട് കൂടെയാകുകയാണ്. ഇവിടെ നാം കർത്താവ് നമ്മോട് കൂടെയുള്ള അനുഭവം തിരിച്ചറിഞ്ഞിട്ട് കാണാതെ വിശ്വസിച്ച ഭാഗ്യവാന്മാരായി നാം കർത്താവിനെ പിന്തുടരുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ നാം കർത്താവിനോട് കൂടെയാകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം കർത്താവ് കൂടെയുണ്ടോ? ഉണ്ട്. ഏതുവരെ? യുഗാവസാനം വരെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, കർത്താവ് ഇപ്പോഴും കൂടെ ഇരിക്കുക ഇല്ല കേട്ടോ. അങ്ങനെ വിചാരിക്കരുത്. കർത്താവ് ആരോടാ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞേ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. അപ്പം പുറപ്പെട്ടവരോട് കൂടെ. സ്തോത്രം. അപ്പം പുറപ്പെടുന്നവരോട് കൂടെ. എന്തിന്? സുവിശേഷ ഘോഷണത്തിന് പുറപ്പെടുന്നവരോട് കൂടെ. സ്തോത്രം. പിന്നെ സ്നാനം കഴിപ്പിക്കുന്നവരോട് കൂടെ. സ്തോത്രം. തീർന്നില്ല. കൽപ്പന പ്രമാണിക്കുവാൻ തയ്യാറായിരിക്കുന്നവരോട് കൂടെ, ബുദ്ധി ഉപദേശിക്കുന്നവരോട് കൂടെ, ശിഷ്യരാക്കുവാൻ വ്യഗ്രത കാണിക്കുന്നവരോട് കൂടെ. അവരോടാ പറഞ്ഞേ. സ്തോത്രം. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 3-ാമത്തെ പ്രത്യേകത, ഒന്നെന്താണ്? നിങ്ങൾ മറന്നു? ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ അടുക്കൽ ചെന്നു. 2, കർത്താവിനെ ക്ഷണിച്ചു. 3, കർത്താവിനെ കൂടെ കൂട്ടി. സ്തോത്രം. 4, 5-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ട, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. എനിക്ക് മനസ്സിലാകാത്തത്, നമ്മൾ കർത്താവിനോട് അടുക്കൽ ചെന്നിട്ട് കർത്താവിനോട് അനുവാദം ചോദിച്ചിട്ട് കർത്താവിന് കൂടെ കൂട്ടിയിട്ടും പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കുന്നുണ്ടല്ലോ. അത് ശരിയോ തെറ്റോ? അങ്ങനെ ആകാമോ? ശോധം. സ്നേഹിതരെ, നിങ്ങൾക്കെന്തെങ്കിലും കാണണമെങ്കിൽ, നിങ്ങൾക്കെന്തെങ്കിലും അനുഭവിക്കണമെങ്കിൽ, അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ, ദൈവം ചെയ്യുന്നത് നിങ്ങൾ കാണണമെങ്കിൽ, ഇതുവരെ നിങ്ങൾ ചെയ്തതാണ് ലോകം കണ്ടതെങ്കിൽ, ഇനി നിങ്ങളിലൂടെ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാണണമെങ്കിൽ ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇവിടെ അവർ ചെയ്തത് സംഗതിയൊക്കെ ശരിയാ. അവർ സഹായത്തിനായി നിലവിളിച്ചു. സ്തോത്രം. അത് പ്രാർത്ഥനയെ കാണിക്കുന്നു അല്ലേ? സ്തോത്രം. അല്ലേ? നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? സഹായത്തിനാ. ആരാധിക്കുന്നു, കൊടുക്കുന്നത്. പ്രാർത്ഥിക്കുന്നു പലപ്പോഴും മേടിക്കുകയാണ് ചെയ്യുന്നത്. മേടിക്കാനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപേക്ഷ കൊടുക്കുന്നു, അഭയാചന കഴിക്കുന്നു, സ്തോത്രം കൊടുക്കുന്നു. സ്തോത്രം. അപേക്ഷയും അഭയാചനയും സ്തോത്രവും ഒക്കെ നമ്മൾ ചെയ്യുന്നു. എന്തിനാ? ക്രിസ്തു തൻ്റെ ഐക്യ ജീവകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നവരോട് അപേക്ഷയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നു. കണ്ടോ? ഉത്തരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മറുപടിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, വിടുതലിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? അപ്പം ഇവിടെ ആവശ്യം, ഒരു വിടുതൽ ആവശ്യമാണ്. കർത്താവേ, ഞങ്ങൾ നേടിയത് നഷ്ടമായി. അപ്പോ ഇവര് സഹായത്തിന് വേണ്ടി നിലവിളിച്ചപ്പോൾ അപ്പോൾ കൂടെയുള്ള ആളടുത്ത് വന്നു. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അദ്ദേഹം എന്നാ വിഷയം? യജമാനനെ അത് വായ്പ മേടിച്ചതായിരുന്നു. ലോൺ എടുത്ത് വീട് പണിയാമോ? തെറ്റോ ശരിയോ? സ്തോത്രം. നിയമപ്രകാരം ചെയ്യുന്നതൊന്നും തെറ്റല്ല കേട്ടോ. നിയമം വിട്ട് ചെയ്യുന്നതെല്ലാം തെറ്റാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവർ എന്താ ചെയ്തു? സംഗതി
നാലാമത്തെ പ്രത്യേകത, സഹായത്തിന് വേണ്ടി നിലവിളിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു. ഇതൊക്കെ ഉണ്ടായിട്ട് പ്രാർത്ഥന കുറയ്ക്കരുത്. പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ, നിങ്ങൾക്ക് അതിനകത്ത് എന്ത് നഷ്ടം വന്നാലും അതിനെ പരിഹരിപ്പാൻ വാക്തത്വങ്ങളെ തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന എന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ ബലപ്പെടാൻ ഒരു അഭിഷേകം നിങ്ങളുടെ അകത്ത് കടക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അഞ്ചാമത്തെ പ്രത്യേകത 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ഇരുമ്പ് പൊക്കി വന്നു. വിഷയങ്ങൾ സത്യസന്ധമായി ദൈവത്തോട് അറിയിച്ചു. ഉടനെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അവിടെ നിവൃത്തീകരണം കൊടുത്തു. ഇന്ന് ഈ ദൈവവചനം കേട്ട പ്രാർത്ഥനയോടെ തിരുസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വീടാണോ പ്രശ്നം? തമ്പുരാൻ മാറ്റിത്തരും. ശരീരത്തിനാണോ വിഷയം? ദൈവം മാറ്റിത്തരും. ഭൗതിക വിഷയമാണോ മറ്റു പലതും? ദൈവത മാറ്റിത്തരും. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിലവിളിയാണോ? ദൈവത മാറ്റിത്തരും. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വരികയാണ്. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഭൗതിക ആവശ്യങ്ങളുടെ കലവറ യേശുവിൻ്റെ നാമത്തെ തുറക്കട്ടെ. തലമുറകളുടെ വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തെ തുറക്കട്ടെ. ആത്മിക വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തെ തുറക്കട്ടെ. തടഞ്ഞു വെച്ചത് പൊട്ടി പുറത്തു വരുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. കൂമ്പാരം അനുഭവിപ്പാൻ കൃപ ചെയ്യണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗ്ഗപിതാവേ, ആമേൻ. ഇവിടെ കേട്ട ദൈവവചനത്തിലൂടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി അറിയിച്ചാലും. ഫോൺ നമ്പർ പറയാം: 90 37 33 17 98 9037331798. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നിങ്ങളെവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.